മൈഗ്രെയിൻ കൊണ്ട് കഷ്ടപ്പെടുത്ത രോഗികളെ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. മൈഗ്രെയിൻ എന്നത് ഒരു സാധാരണ തലവേദനയല്ല. ആ സമയത്ത് വെളിച്ചം അസഹനീയമാണ്. കൂടാതെ ഓക്കാനവും ഛർദിയും തല പൊട്ടിപ്പോകുന്ന ശക്തമായ ഒരു തലവേദനയാണ്. അതിൽ ഏറ്റവും ദുഃഖകരമായത് വളരെ അടുപ്പമുള്ളവർ പോലും ആ തലവേദനയുടെ തീവ്രത മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ജോലി ദിവസങ്ങൾ നഷ്ടപ്പെടുന്നു, പല പ്ലാനുകളും റദ്ദാക്കപ്പെടേണ്ടി വരുന്നു. കിടക്കയിൽ കിടന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എപ്പോഴാണ് ഇത് കുറയുക എന്ന്. പല പ്രാവശ്യം നിങ്ങൾ ഓർത്തിട്ടുണ്ടാവും, ഇതിനൊരു ശാശ്വത പരിഹാരമില്ലേ, സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത ഒരു ചികിത്സാ രീതി ഇതിനില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇതാണ് ഞാൻ ചെയ്യുന്നത്. ഒരു ഹോമിയോപ്പതിക് ഡോക്ടറായി ഞാൻ ഏതാനും ലക്ഷണങ്ങളെ മാത്രം നോക്കി ചികിത്സിച്ച് അതിനെ കൺട്രോൾ ചെയ്യുകയല്ല ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കുന്നു, നിങ്ങളുടെ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് മനസ്സിലാക്കുന്നു, നിങ്ങളുടെ ഇമോഷണൽ സ്ട്രെസ് എന്താണെന്ന് മനസ്സിലാക്കി, മൈഗ്രെയിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി അതിന് തക്ക ചികിത്സയാണ് ചെയ്യുന്നത്. അത് കാരണം അത് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാതെ വളരെ ഹോളിസ്റ്റിക് ആയിട്ട് ഒരു പെർമനന്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു. എന്റെ സമീപനം വ്യത്യസ്തമാണ്, വ്യക്തിഗതവുമാണ്. കഠിനമായ ഗുളികകളില്ല, കഠിനമായ രാസവസ്തുക്കളുമില്ല. നിങ്ങളുടെ ശരീരത്തിനോട് ചേർന്ന് പോകുന്ന ഏതാനും മരുന്നുകൾ മാത്രം. ഇപ്പോൾ ഞാൻ കുറച്ച് വ്യക്തിഗത മൈഗ്രെയിൻ കൺസൾട്ടേഷൻ നൽകുന്നു, പ്രത്യേകിച്ച് ആരോഗ്യത്തെ നിയന്ത്രിക്കാൻ തയ്യാറായ നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ കഥ പ്രധാനപ്പെട്ട ആ കഥ കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ കഥയും മുഴുവനും ശ്രദ്ധാപൂർവം കേൾക്കേണ്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൈഗ്രെയിൻ ഇല്ലാത്ത ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങൾ തയ്യാറാണ്.